ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സാമ്പാർ സാദത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. തൈര് സാദവും സാമ്പാർ സാദവും ഒക്കെ തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളാണ്. തൈര് സാദത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാമ്പാർ സാദം തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരിയ പുഴുങ്ങലരിക്ക് പകരം പച്ചരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1 കപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിയുടെ കൂടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. അതിൻ്റെ കൂടെ ഒരു 5 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് 5 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വലിയ ഉള്ളിക്ക് പകരം ഒരു 12 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുരിങ്ങാക്കായ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇവ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുറച്ച് എണ്ണയിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് വീണ്ടും കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല. സാമ്പാർ പൊടിയിലൊക്കെ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ മസാല. ഇത് ഹോം മെയ്ഡ് സാമ്പാർ മസാലയാണ്. അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ ചാനലിൽ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ഓൾറെഡി തയ്യാറാക്കിയിരുന്നു. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ആണ് പിഴിഞ്ഞ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് കഷ്ണങ്ങളൊക്കെ നന്നായി വേവുന്നത് വരെ നമുക്കിന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം വെല്ലം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ സാമ്പാർ സാദത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അത് വെല്ലം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറിന് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളെ റൈസ് 5 വിസിലടിച്ചതിന് ശേഷം ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കാം. ഞാൻ അധികം ഉടച്ചെടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം ഒന്ന് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വാട്ടറി രൂപത്തിൽ വെള്ളമായിട്ടാണ് സാമ്പാർ സാദം വേണമെങ്കിൽ ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ സാദമാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ സാമ്പാർ സാദം ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. ഇതൊന്ന് ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെച്ചാൽ മതി. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കുക്ക് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഹോട്ടലിൽ പോയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം.